ഈശ്വരൻ നമുക്ക് ഇന്ദ്രിയങ്ങളൊക്കെ തന്നിട്ടുള്ളത് പുറത്തുള്ളത് കേൾക്കാനും, പുറത്തുള്ളത് കാണാനും, പുറത്തുള്ളത് അറിയാനും, പുറത്തുള്ളത് രുചിക്കാനും ഒക്കെയാണ്. അതുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങൾ അടച്ചു പിടിക്കുമ്പോഴാണ് നമ്മൾ അകത്തുള്ളത് കാണുകയോ അകത്തുള്ളത് കേൾക്കുകയോ ഒക്കെ ചെയ്യും. അതുകൊണ്ടാണ് ആളുകൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണടച്ചു പോകുന്നത്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ ഹഗ് ചെയ്യുന്ന സമയത്ത് കണ്ണടച്ചു പോകുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ നെറ്റിയിൽ ചുംബിക്കുമ്പോൾ ആ രണ്ടാളും കണ്ണടക്കുന്നത് അതുകൊണ്ടാണ്, ഉള്ളിലുള്ളത് കേൾക്കട്ടെ. അതൊക്കെ കണ്ണടച്ച് നമുക്ക് നമ്മുടെ ശ്വാസത്തിലേക്കൊന്ന് ശ്രദ്ധിക്കാം. ഒന്ന് ശ്വസിക്കാനും യന്ത്രങ്ങളുടെ സഹായം ആവശ്യമുള്ള 10,000-കണക്കിന് മനുഷ്യർ ആശുപത്രികളിൽ കിടക്കുന്നുണ്ട്. ഒന്ന് ശ്വാസമെടുക്കാൻ മാത്രം യന്ത്രങ്ങൾ ആവശ്യമുള്ള മനുഷ്യർ ഒരു തടസ്സവുമില്ലാതെ ശ്വസിക്കാൻ നമ്മെ അനുഗ്രഹിക്കുന്ന പരമ്പൊരുളായ ദൈവത്തിന് മനസ്സിൽ നന്ദി പറയാം. എന്നിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കിട്ടുന്നത് പോലെ ശ്വാസം ആസ്വദിച്ച് ഒന്ന് ഉള്ളിലേക്ക് എടുത്ത് ഇന്നോളം ആസ്വദിച്ചിട്ടില്ലാത്ത അത്രയും സന്തോഷത്തോടെ ശ്വാസം എന്ന അനുഗ്രഹത്തെ ഒന്ന് എൻജോയ് ചെയ്യുക. ശ്വാസം എന്ന അനുഗ്രഹത്തെ, പ്രാണൻ, ജീവൻ എന്ന നമ്മുടെ അനുഗ്രഹത്തെ ഒന്ന് ആസ്വദിക്കുക. പ്രാണൻ, ജീവൻ. മറ്റേ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആള്, അയാൾ ആരാണെങ്കിലും കുഴപ്പമില്ല. ചിലപ്പോൾ പരിചയമുള്ള ആളാവാം, പരിചയമില്ലാത്ത ആളാവാം, അതൊന്നും നോക്കണ്ട. കണ്ണടച്ചുകൊണ്ട് അയാളെ ഒന്ന് പതുക്കെ ഒന്ന് ടച്ച് ചെയ്തു. നമ്മൾ ഈ ടച്ച് ചെയ്ത് നിൽക്കുന്ന മനുഷ്യൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും ഒരു റെപ്രസെൻ്റ് ആയിട്ട് വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്യും. നമുക്ക് ജന്മം നൽകിയ അച്ഛനും അമ്മയുമാവും, നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഇണാത്തുന്ന മക്കൾ, പേരക്കുഞ്ഞുങ്ങൾ, നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന എല്ലാ മനുഷ്യരില്ലേ, ആ മനുഷ്യരുടെ റെപ്രസെൻ്റായി ഒരു മനുഷ്യൻ, ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ, ശ്വാസമുള്ള ഒരു മനുഷ്യൻ. അയാളെയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ തൊട്ടിട്ടുള്ളത്. ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഇത് വെറും മനുഷ്യനാണ്. തെറ്റുകൾ പറ്റുന്ന, അബദ്ധങ്ങൾ വരുന്ന, പിഴവുകൾ സംഭവിക്കുന്ന, ഇടർച്ചകൾ വരുന്ന മനുഷ്യൻ. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തന്നിട്ടുള്ള നമ്മുടെ മനുഷ്യൻ, ഈറ്റ് വാട്ട് ഈസ് സെറ്റ്, വിളമ്പിയത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞതുപോലെ, നമ്മളോട് അരുൾ ചെയ്തതുപോലെ 800 കോടി മനുഷ്യരിൽ നിന്ന് നമ്മുടെ മുന്നിലേക്ക് തന്നിട്ടുള്ള, ഈശ്വരൻ തന്നിട്ടുള്ള നമ്മുടെ മനുഷ്യൻ, തെറ്റുകൾ പറ്റുന്ന, അബദ്ധങ്ങൾ വരുന്ന, ഇടർച്ചകൾ സംഭവിക്കുന്ന, മറക്കുന്ന, മടി കാണിക്കുന്ന, കരയുന്ന, ദുഃഖിച്ചിരിക്കുന്ന, ഉള്ളിൽ മനസ്സുണ്ടായതുകൊണ്ട് പലതരം അവസ്ഥകളിലേക്ക് ചേക്കേറുന്ന വെറും മനുഷ്യൻ. അതുകൊണ്ട്
നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള മനുഷ്യൻ നമ്മൾ കൈവിടില്ല, അയാളെ ഒഴിവാക്കില്ല എന്ന് മാത്രം ഒന്ന് മനസ്സിൽ വിചാരിച്ചു. അയാളെ നമ്മൾ തള്ളി പറയില്ല, അയാളെ നമ്മൾ തള്ളി പറയില്ല, അയാളുടെ കൂടെ നമ്മളുണ്ടാവും, കൂടെ നിൽക്കും എന്ന കുറച്ച് വിചാരം മാത്രം മനസ്സിൽ ഓർത്തുകൊണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനെ മുഴുവനും മനസ്സിൽ ഓർത്തുകൊണ്ട് നമ്മളാക്കിയ മുഴുവൻ മനുഷ്യന്മാരെയും ഓർത്തുകൊണ്ട് അവരോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളാക്കിയ മുഴുവൻ മനുഷ്യർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ സുഹൃത്തുക്കൾ, ആദ്യമായി പഠിപ്പിച്ച ടീച്ചർ, അക്ഷരങ്ങൾ പഠിപ്പിച്ചു തന്നവർ, ഗുരുനാഥന്മാർ, പുരോഹിതന്മാർ, നമ്മളിങ്ങനെ കൈപിടിച്ച് നടത്തിയ മുഴുവൻ മനുഷ്യന്മാരെയും ഒന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞു.